സോ പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന ഒരിക്കൽ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് ഈ മുദ്രയിലെ എം എന്താണെന്നുള്ളത്. ഓക്കെ, എം സ്റ്റാൻഡ്സ് ഫോർ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോ യൂണിറ്റ് ആണ്. അപ്പോൾ മൈക്രോ, ഓക്കെ, മുദ്രയുടെ ഫുൾ ഫോം മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ ഇന്നത്തെ ഈ സെഷനിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. GD കോൺസ്റ്റബിളിന് ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. സോ ഇത് GK ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. കഴിഞ്ഞ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ താഴെ കൊടുത്തിരുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് കാണും, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങളൊക്കെ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. സെക്കൻഡ് സെഷനാണ് ഇത് GD കോൺസ്റ്റബിളിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. സോ ഒരു സ്ലൈഡിൽ ക്വസ്റ്റ്യനും അടുത്ത സ്ലൈഡിലാണ് ആൻസർ വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കുക. ഞാൻ സ്പീഡിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് വായിക്കുക. ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇതിലൂടെ നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര സ്പീഡിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് സ്പീഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സമയം കളയണ്ട, നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന PMMY. ഓക്കെ, സോ PMMYയുടെ ഫുൾ ഫോം എന്താണ്? പ്രധാനമന്ത്രി മുദ്ര യോജന. ഇറ്റ്സ് എ സ്കീം ലോഞ്ച്ഡ് ബൈ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓൺ April 8, 2015. ആ ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, കാരണം ഈ ഡേറ്റും വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, പ്രധാനമന്ത്രി മുദ്ര യോജന ഏത് വർഷമാണ് വരുന്നത്, ലോഞ്ച് ചെയ്തത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ 2015 ലോഞ്ച് ചെയ്തതാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ഫോർ പ്രൊവൈഡിങ് ഡാഷ് ടു ദ നോൺ കോർപ്പറേറ്റ് എന്റർപ്രൈസസ്. നോൺ കോർപ്പറേറ്റ് ആയിട്ടുള്ള എന്റർപ്രൈസസിന് എന്ത് നൽകി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PMMY പ്രധാനമന്ത്രി മുദ്ര യോജന കൊണ്ടുവന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരെ ആൻസറിലോട്ട് പോവാണ്. എല്ലാ ഓപ്ഷൻസും വായിച്ച് കഴിയുമ്പോൾ ചിലർ പറയുന്നുണ്ട് കൺഫ്യൂഷൻ ആവുന്നു, അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഇത് എന്ത് നൽകിയാണ് നോൺ കോർപ്പറേറ്റ് എന്റർപ്രൈസസിനെ സഹായിക്കുന്നത്? ഓപ്ഷൻ ഡി, ലോൺ നൽകിയാണ്. ഓക്കെ, 10 ലക്ഷം രൂപ വരെ വരുന്ന ലോൺ നൽകി അവർക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ലോൺ നൽകി, ധനസഹായം നൽകി ഈ പറഞ്ഞ പോലെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. സോ പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന ഒരിക്കൽ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് ഈ മുദ്രയിലെ എം എന്താണെന്നുള്ളത്. ഓക്കെ, എം സ്റ്റാൻഡ്സ് ഫോർ എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോ യൂണിറ്റ് ആണ്. അപ്പോൾ മൈക്രോ, ഓക്കെ, മുദ്രയുടെ ഫുൾ ഫോം മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ്. മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ്, മൈക്രോ യൂണിറ്റ്സ് അതായത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് തുടങ്ങുന്ന എന്റർപ്രൈസസ്, അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് ആണ് മുദ്ര. സോ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രൊവൈഡ്സ് ലോൺ അപ് ടു എത്ര രൂപ വരെയുള്ള ലോൺ ആണ് നമുക്ക് നൽകുന്നത്? 10 ലക്ഷം രൂപ. ഇതെല്ലാം ഓരോരോ പോയിന്റ് ആണ്. ഇയർ എന്താ ഞാൻ പറഞ്ഞത്? 2015 ഇത് ലോഞ്ച് ചെയ്തത്. To the non-corporate, non-farm, small or micro enterprises. Now these loans are classified as Mudra loans under PMMY. Clear? ഇത്രയും ബേസിക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയില്ലേ? PMMY. PMMY എന്ന് പറയുമ്പോൾ ഇനിയും ഓർത്തു വയ്ക്കുക, പ്രധാനമന്ത്രി മുദ്ര യോജനയാണ്. അതായത് ചെറിയ ചെറിയ എന്റർപ്രൈസസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ വരെ ധനസഹായം ലോണായിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. മുദ്രയുടെ ഫുൾ ഫോം എന്താണ്? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ, എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Charu Sija Mathur. Charu Sija Mathur is a name that is synonymous with dash dance. ഏത് ഡാൻസിന്റെ ഒരു ഫേമസ് ഡാൻസർ ആണ് ചാരു സിജ മാഥുർ? ചാരു സിജ മാഥുർ ഏത് ഡാൻസിനോട് റിലേറ്റഡ് ആണ്? മണിപ്പുരി ഡാൻസ് ആണ്. ഓപ്ഷൻ ഡി, മണിപ്പുരി ഡാൻസ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിന്ദു ഗോഡസ് ഇസ് വർഷിപ്ഡ് ഡ്യൂറിംഗ് ദ ഫെസ്റ്റിവൽ ഓഫ് ഗംഗോർ? ഗംഗോർ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഏത് ദേവിയാണ് ആരാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗംഗോർ എന്ന് പറയുന്നത് മാരീഡ് വിമൺ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. പാർവതി ഓർ ഗൗരി, അതായത് ശിവന്റെ ഭാര്യയായ പാർവതി ഓർ ഗൗരി ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഗംഗൗർ ഫെസ്റ്റിവൽ. ഓക്കെ, അപ്പൊ ഗംഗൗറിൽ നിന്ന് ഗംഗ ഓർക്കുക, ശിവന്റെ തലേന്ന് ഒഴുകുന്ന ഗംഗ, അപ്പോൾ ശിവന്റെ വൈഫ് പാർവതി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, സോ പാർവതി, ഗംഗൗർ, ദ വിമൻ ഫോക്ക് ഓഫ് രാജസ്ഥാൻ. അപ്പൊ ഇത് എവിടുത്തെ ഫെസ്റ്റിവൽ ആണ്? രാജസ്ഥാനിലെ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ഗംഗൗർ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലെ ഫെസ്റ്റിവൽ ആണ്. ഓർത്താൽ മതി, രാജസ്ഥാൻ മൊത്തം ഉണങ്ങിയിരിക്കുക അല്ലെ, അവർക്ക് വെള്ളമൊന്നുമില്ല. അപ്പൊ ഗംഗാ നദി അതിലൂടെ ആയിരുന്നെങ്കിൽ
നല്ലതായിരുന്നു അല്ലെ. ഗംഗ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടർ ആണ് ഓർക്കേണ്ടത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം നമുക്കിങ്ങനെ നമ്മൾ തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് ക്ലിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലേ. അല്ലാണ്ട് നമുക്ക് എല്ലാത്തിനും ക്ലൂവും ട്രിക്സും പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഗംഗൗർ രാജസ്ഥാനിലേതാണ്. ഇത് ഗോഡസ് പാർവതി ഓർ ഗൗരി ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, which classical dance generally narrates the story of the feminine form of Vishnu? മഹാവിഷ്ണുവിന്റെ സ്ത്രീ രൂപം, ഫെമിനിൻ ഫോമിലുള്ള ഒരു നറേഷൻ ഓഫ് സ്റ്റോറി. അപ്പൊ മഹാവിഷ്ണുവിന്റെ ഫെമിനിൻ ഫോം എന്ന് പറയുമ്പോൾ എന്താരാണ്? മോഹിനിയാണ് അല്ലെ, മോഹിനി. അപ്പൊ ഏത് ഡാൻസ് ആയിരിക്കും ഇവിടെ പറയുന്നത്? മോഹിനിയാട്ടം. ഓക്കെ, മോഹിനിയാട്ടം. ഓപ്ഷൻ ഡി മോഹിനിയാട്ടമാണ്. സോ ക്ലാസിക്കൽ ഡാൻസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് അറിയാലോ. സോ ക്ലാസിക്കൽ ഡാൻസ് ആണ് നറേറ്റ്സ് ദ സ്റ്റോറി ഓഫ് ഫെമിനിൻ ഫോം ഓഫ് വിഷ്ണു. എങ്ങനെ ഓർക്കും നമ്മൾ? വിഷ്ണുവിന്റെ ഫെമിനിൻ ഫോം ആണ് മോഹിനി. മോഹിനിയാട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ ഹാസ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം വി ഹാവ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് which is a feature borrowed from dash constitution. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ പല തത്വങ്ങളും നമ്മൾ പല കൺട്രീസിൽ നിന്ന് കടമെടുത്തിരിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ സോഴ്സസ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം സോഴ്സസും എസ്പെഷ്യലി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർലമെന്ററി ഫോം, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ എലക്ഷൻ, പ്രസിഡന്റിന്റെ എലക്ഷൻ, മെയിൻലി പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, അങ്ങനെയൊക്കെയുള്ള കുറെ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ സിറ്റിസൺഷിപ്പ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം തന്നെ പ്രിയാമ്പിൾ, ഇതൊക്കെ നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ ഏത് കൺട്രിയിൽ നിന്ന് കടമെടുത്തു എന്നാണ്. ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ. ഓപ്ഷൻ എ ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ബ്രിട്ടനിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ്, അതായത് ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ബ്രിട്ടനിൽ നിന്നാണ്. റൂൾ ഓഫ് ലോ, പിന്നെ നമ്മുടെ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെ. നമുക്ക് ഒരു സിറ്റിസൺഷിപ്പേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു സിറ്റിസൺഷിപ്പ് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഈ ഉള്ള ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് പോകും. ചില കൺട്രീസിൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്, പക്ഷെ നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടനിൽ നിന്നാണ് നമ്മുടെ ലോ മേക്കിംഗ് പ്രൊസീജിയർ, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ബൈക്യാമറൽ പാർലമെന്ററി സിസ്റ്റം, അതായത് ഒരു നമ്മുടെ അപ്പർ ഹൗസും ലോവർ ഹൗസും ഒക്കെ വരുന്നത് അങ്ങനെയാണ്. ഓഫീസ് ഓഫ് CAG, പിന്നെ റിട്സ്. ഓക്കെ, 5 റിട്സ് ഒക്കെ ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ റിട്സ് ഇതെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. Who is serving as the 34th Foreign Secretary of India from 2022? So, Foreign Secretary of India. ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ഫോറിൻ സെക്രട്ടറി 34ാമത്തെ ഫോറിൻ സെക്രട്ടറി ആണ്. 2028 ഇദ്ദേഹം ഫോറിൻ സെക്രട്ടറി ആയത്. ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് നമ്മുടെ ഫോറിൻ സെക്രട്ടറി? സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർ, പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേരുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റീകൺഫേം ചെയ്യണം. പ്രസന്റ്ലി ആ വ്യക്തി തന്നെയാണോ ആ സ്ഥാനത്തിരിക്കുന്നത്, അത് മാറിയോ എന്നുള്ളത് കേട്ടോ. സോ ഇത് 24th ഫോറിൻ സെക്രട്ടറി 2022 അപ്പോയിന്റ് ചെയ്തത് ആരെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം വിനയ് മോഹൻ ഖോത്രയാണ്. വിനയ് മോഹൻ ഖോത്ര. ഓക്കെ, സോ കറന്റ് ഫോറിൻ സെക്രട്ടറി ആണ്. സിൻസ് May 2022 അദ്ദേഹം തന്നെയാണ്. സോ ഫോറിൻ സെക്രട്ടറി ആരാണ്? വിനയ് മോഹൻ ഖോത്ര. ഇതിന് മുമ്പ് ആരായിരുന്നു? ഹർഷവർദ്ധൻ ശൃംഗല. Which of the following cities emerged as the capital of the Kushans during their empire? സോ കുഷാൻസിന്റെ സെക്കൻഡ് ക്യാപിറ്റൽ ആയിട്ട് അവർ എടുത്ത സിറ്റി, അത് ഏത് സിറ്റിയാണ് സെക്കൻഡ് ക്യാപിറ്റൽ ആക്കിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിസ്റ്ററിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കുഷാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഷാൻസിന്റെ ഒരു റൂളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണത്? കനിഷ്ക അല്ലെ. കനിഷ്ക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ്. നമ്മൾ സെക്കൻഡ് അശോക എന്ന് പറയുന്നു. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലൊക്കെ നടക്കുന്നത് കനിഷ്കയുടെ സമയത്താണ്. സാക്ക ഈറ സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സമയത്താണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് ഡൈനസ്റ്റിയുടെ റൂളർ ആയിരുന്നു എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ കുഷാൻസിന്റെ റൂളറാണ്. ഓക്കെ, ഇവിടെ ചോദ്യം അതല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്യാപിറ്റൽ ഓഫ് കുഷാൻസ് ഏതായിരുന്നു എന്നാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മഥുരയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയാണ്? പുരുഷപുര ഓർ പെഷാവർ. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പുരുഷപുരയിലെ പുരുഷപുര ഒരു പെഷാവർ ആയിരുന്നു അവരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ. സെക്കൻഡ് ക്യാപിറ്റൽ മഥുര. ഫൗണ്ടർ ആരാണ്? ഏതൊരു ഡൈനസ്റ്റി പഠിക്കുമ്പോഴും ഫൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ ഓരോ ഡൈനസ്റ്റീസ്, അവരുടെ ഫൗണ്ടേഴ്സ്, ഇതെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഓക്കെ, സോ ഫൗണ്ടർ ആരാണ്? നമ്മുടെ
കുഷാൻസിന്റെ ഫൗണ്ടർ കുജൂല കാഡ്ഫസിസ് 1 ആണ്. കുജൂല കാഡ്ഫസിസ് 1. അദ്ദേഹത്തിന്റെ മകനായിരുന്നു വിമ കാഡ്ഫസിസ്. എക്സാം പോയിന്റിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി നെക്സ്റ്റ് വരുന്നതാണ്. ഈ വിമ കാഡ്ഫസിന്റെ മകനായ കനിഷ്കയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളർ. ഓക്കെ, 2 ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു, പെഷാവറും മഥുരയും. കനിഷ്കയാണ് സെക്കൻഡ് അശോക എന്നറിയപ്പെട്ടിരുന്നത്. 78 AD സാക്ക ഈറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരുടെ സമയത്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പലരും സാക്ക റൂളേഴ്സിലേക്ക് പോകും. സാക്ക റൂളേഴ്സ് അല്ല, കുഷാൻസിന്റെ കനിഷ്കയുടെ സമയമാണ്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും ചോദ്യമായിട്ട് വരുന്നത്? കാരണം ഈ സമയത്ത് ഈ സാക്ക ഈറ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കാലണ്ടർ. ഓക്കെ, നമ്മുടെ റെഗുലർ കാലണ്ടർ നമ്മുടെ ഗ്രിഗോറിയൻ കാലണ്ടർ ആണ് അല്ലെ, ഇതിൽ ജാനുവരി ഫെബ്രുവരി ഒക്കെ ഉള്ളത്. നമ്മുടെ ഇന്ത്യൻ കാലണ്ടർ, ഓക്കെ, ഇന്ത്യൻ കാലണ്ടർ സാക്ക ഈറ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് മലയാളം കാലണ്ടർ ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ അതിന്റെ ഇയർ ഇപ്പോൾ 2024 ആയിരിക്കില്ലല്ലോ. സോ അതുപോലെ തന്നെ ഇവിടെയും അത് ഇയർ വ്യത്യാസം കാണും. ഇത് ഇന്ത്യൻ കാലണ്ടർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാവിത്രി ബൈ ടുഗെദർ വിത്ത് ഹർ ഹസ്ബൻഡ് ജ്യോതിറാവ് ഫൂലെ. ഓക്കെ, കേട്ടിട്ടുണ്ടോ ഈ പേരുകൾ? ജ്യോതിറാവ് ഫൂലെ, സാവിത്രി ബൈ ഫൂലെ എന്നൊക്കെ നമ്മൾ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നതാണ് അല്ലേ. അപ്പോൾ സാവിത്രി ബൈ ആൻഡ് ജ്യോതിറാവ് ഫൂലെ founded one of the India's first girls school in Pune, okay, at Bhindewada. സോ ഇത് സ്ഥലങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇതെല്ലാം ചോദ്യങ്ങളായിട്ട് വരാം. സോ സാവിത്രി ബൈ ഫൂലെയും അവരുടെ ഹസ്ബൻഡ് ആയിരുന്ന ജ്യോതിറാവ് ഫൂലെയും കൂടി ചേർന്ന് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ എന്നൊക്കെ പറയാവുന്ന ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ പൂനെയിൽ ഭിണ്ടേവാഡയിൽ. അത് ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 1848 ഓക്കെ, 1848. സത്യശോധക് സമാജം ഇവരുടെ തന്നെയായിരുന്നു. ജ്യോതിറാവ് ഫുലെ സ്റ്റാർട്ട് ചെയ്തതാണ് സത്യശോധക് സമാജ് 1873. സത്യശോധക് സമാജ്. ആന്റി കാസ്റ്റ്, ആന്റി ബ്രാഹ്മൺ മൂവ്മെന്റ്സ് ഇവർ നടത്തിയിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ ഈ കോൺട്രിബ്യൂഷൻസിന് വേണ്ടി ജ്യോതിറാവ് ഫൂലെക്ക് മഹാത്മാ എന്ന ടൈറ്റിൽ നൽകി ആദരിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം എഴുതിയതാണ് ഗുലാംഗിരി. എന്താണ്? ഗുലാംഗിരി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ടാക്സ്? ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരിട്ട് ഗവൺമെന്റ്, ഒരു പേഴ്സൺ നേരിട്ട് ഗവൺമെന്റിലോട്ട് കൊടുക്കുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ നേരിട്ട് ഗവൺമെന്റിനല്ല കൊടുക്കുന്നത്, അത് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ മേടിക്കുന്നത്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ടാക്സ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ടാക്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, ആ റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നു, അവരാണ് ഗവൺമെന്റിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയല്ല, അത് ഇൻഡയറക്റ്റ് ടാക്സിൽ വരും. ഇത് ഡയറക്റ്റ് ടാക്സ് ആണ്, നമ്മൾ തന്നെ കൊടുക്കേണ്ട ടാക്സ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഏതാണ്? നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ് ആണ് അല്ലേ. നമുക്ക് ലഭിക്കുന്ന സാലറി അങ്ങനെ അതിലൊക്കെ ഉള്ള ഒരു ടാക്സ് നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണം. അതാണ് പേഴ്സണൽ ഇൻകം ടാക്സ്, ഡയറക്റ്റ് ടാക്സ്. So direct tax imposed directly on the taxpayer, paid directly to the government, cannot be passed or assigned to by an individual to another person അല്ലേ. നമ്മുടെ റെസ്റ്റോറൻറ്റ് ബില്ലൊക്കെ വരുമ്പോൾ എനിക്ക് പേ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും കൊടുക്കാം അല്ലേ, നിങ്ങൾ പേ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതങ്ങനെ പറ്റത്തില്ല. നമുക്ക് കിട്ടുന്ന സാലറിക്കുള്ള ടാക്സ് നമ്മൾ തന്നെ കൊടുക്കണം. എനിക്ക് ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ എൻ്റെ പകരം കൊടുത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സുകളൊക്കെ. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പുറത്ത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണ്. അതിലാണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ് ഒക്കെ വരുന്നത്. എക്സെപ്റ്റ് ഫോർ ദ ഡീപ് സീ ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം, ഒരുപാട് ഡീപ് സീൻ്റെ ഒരുപാട് ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രോതെർമൽ ഇക്കോസിസ്റ്റം ഉണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചാൽ ബാക്കിയുള്ളതിൽ സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഫോർ ഓൾ ഇക്കോസിസ്റ്റംസ് ഓൺ ദി എർത്ത് അല്ലേ. എല്ലാവർക്കും അറിയാം സൺ ആണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. ഓൺലി സോഴ്സ് എന്ന് പറയുന്നത് സൺ തന്നെയാണ്. വാട്ട് കംസ് നെക്സ്റ്റ് ഇൻ ദ ഫുഡ് ചെയിൻ? എനർജി ഫുഡ് ചെയിൻ. അപ്പോൾ ഫുഡ് ചെയിൻ എന്താണ്? ഒന്നിനെ തിന്നുന്നു, അതിനെ മറ്റൊന്ന് തിന്നുന്നു, അതിനെ മറ്റൊന്ന്. ഇതാണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സണ്ണിൽ നിന്ന്. സണ്ണിൽ നിന്നുള്ള എനർജി ട്രാപ്പ് ചെയ്യുന്നു ഗ്രീൻ പ്ലാന്റ്സ് ബൈ ഫോട്ടോസിന്തസിസ് അല്ലെ. ഫോട്ടോസിന്തസിസ് വഴി അവർ ആ എനർജി ട്രാപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ചെടികളെ തിന്നുന്ന ഓർഗാനിസമിലൂടെ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ നിന്ന് അടുത്തതിലോട്ട് അങ്ങനെ പോകുന്നു. ഇതാണ് നമ്മുടെ ഫുഡ് ചെയിൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ സൺ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ് അല്ലെ. സൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായിരിക്കും വരുന്നത്? സണ്ണിന്റെ എനർജി ട്രാപ്പ് ചെയ്യാൻ കഴിവുള്ള ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലെ. ഓപ്ഷൻ സി പ്ലാന്റ്സ് ആണ് ശരിയായ ഉത്തരം.
who was the president of first session of Congress held in 1885? സോ കോൺഗ്രസിന്റെ INC ഫോം ചെയ്ത വർഷമാണ് 1885. അതിന്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ A.O. ഹ്യൂംസ് ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ സെഷനെ പറ്റിയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ സെഷനിൽ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചത്. അപ്പൊ കോൺഗ്രസിന്റെ സെഷൻ എല്ലാ വർഷവും നടക്കുമായിരുന്നു. ആൻഡ് ഈ എല്ലാ സെഷനിലും ഓരോ വ്യക്തിയെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക ആ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ആദ്യമായി നടന്ന സെഷൻ ബോംബെയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ സെഷനിൽ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ആദ്യത്തെ 4 സെഷനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് സെഷൻ ഇവിടെ നമുക്ക് പറയാം ആദ്യം തന്നെ, ബാക്കി നമുക്ക് നോക്കാം. WC ബാനർജിയാണ്, അതായത് വോമേഷ് ചന്ദ്ര ബോനർജി ബംഗാളിൽ നമ്മൾ പറയുന്നത് ബാനർജിയാണ്. ഓക്കെ, അപ്പോൾ വോമേഷ് ചന്ദ്ര ബാനർജി WC ബാനർജി ആയിരുന്നു ഫസ്റ്റ് സെഷനിലെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റത്. ഓക്കെ, സോ ഫസ്റ്റ് സെഷൻ ബോംബെയിലാണ് 1885-നാണ്. സെക്കൻഡ് സെഷൻ കാൽക്കട്ടയിലാണ് 1886. എല്ലാ വർഷവും ഉണ്ട് കേട്ടോ. അപ്പോൾ 1885, 86, 87, 88 ആ ഓർഡറിലാണ്. ഇവിടെ ഇയർ കൊടുത്തിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ നോട്ട്സിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് 1885 സെക്കൻഡ് സെഷൻ കാൽക്കട്ടയിൽ നടക്കുന്നു. 1886 ദാദാഭായ് നവറോജി ആയിരുന്നു അതിൽ പ്രസിഡന്റ് ആയത്. ഓക്കെ, മൂന്നാമത്തെ സെഷൻ മെഡ്രാസിലാണ് 1887 നടക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചോദ്യം ഇങ്ങനെയാണ് വരാറ്, ആദ്യമായി ഒരു മുസ്ലിം വ്യക്തി INCയുടെ പ്രസിഡന്റ് ആയത് എപ്പോഴാണ്? മൂന്നാമത്തെ സെഷനിലാണ് 1887 മെഡ്രാസ് സെഷനിലാണ് സയ്യദ് ബദ്രുദ്ദീൻ ത്യാബ്ജി INCയുടെ പ്രസിഡന്റ് ആയത്. ഇനി അടുത്തൊരു ചോദ്യം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ആദ്യമായിട്ട് ഒരു ബ്രിട്ടീഷ് പേഴ്സൺ INCയുടെ പ്രസിഡന്റ് ആയത് എപ്പോഴാണ്? അതിൻ്റെ അടുത്ത സെഷനായി 1888 അലഹബാദ് സെഷനിൽ വെച്ചിട്ട് ജോർജ് യൂൾ. ഓക്കെ, അപ്പോൾ 4 ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് സെഷൻ ബോംബെ, പിന്നെ കാൽക്കട്ട, നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ആദ്യം നമ്മുടെ ബോംബെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാൽക്കട്ടയിലോട്ട് പോയി, പിന്നെ നമ്മൾ മെഡ്രാസിലോട്ട് വന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ 3 ഓർഡറിലാണ്. പിന്നെയാണ് അലഹബാദ് വരുന്നത്. WC ബാനർജിയാണ് ഫസ്റ്റ്, ദാദാഭായ് നവറോജിയാണ് സെക്കൻഡ്, സയ്യദ് ബദ്രുദ്ദീൻ ത്യാബ്ജി ഓക്കെ ഫസ്റ്റ് മുസ്ലിം പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബ്രിട്ടീഷ് പേഴ്സൺ ജോർജ് യൂൾ അലഹബാദിൽ വെച്ചിട്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, മാണിക് സാഹ ചീഫ് മിനിസ്റ്റർ ഓഫ് ത്രിപുര became member of Legislative Assembly from Dash constituency in by-election held in June 2022. So ത്രിപുരയിലെ ചീഫ് മിനിസ്റ്റർ ആണ് മാണിക് സാഹ. അദ്ദേഹം ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ബൈ ഇലക്ഷൻസ് ജയിച്ചിട്ടാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് MLA ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ടൗൺ ബർദോവാലി. ഓക്കെ, മാണിക് ടൗൺ ബർദോവാലി. Which country is the smallest neighboring country of India area wise? ഏരിയ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും കുഞ്ഞ് നെയ്ബർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേപ്പാൾ ആണോ, അതുപോലെ അല്ലെങ്കിൽ ശ്രീലങ്കയാണോ, മാൽഡീവ്സ് ആണോ, ഭൂട്ടാനാണോ? ഏറ്റവും കുഞ്ഞ് നെയ്ബർ ആരാണ്? ഏറ്റവും കുഞ്ഞ് നെയ്ബർ ഭൂട്ടാനാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഭൂട്ടാനാണ്. സോ ഏറ്റവും കുഞ്ഞത് ഭൂട്ടാനാണ്. അപ്പോൾ ഏറ്റവും വലുത് ആരാണ്? ചൈനയാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ് നമ്മുടെ ലാർജസ്റ്റ് നെയ്ബർ. ബാംഗ്ലാദേശ് ഹാവ് ദ ലോങ്സ്റ്റ് ബൗണ്ടറി അല്ലെ. ലോങ്സ്റ്റ് ബൗണ്ടറി ആരുമായിട്ടാണ് നമുക്കുള്ളത്? ബാംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും ചെറിയ ബൗണ്ടറി ആരുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഓക്കെ, അഫ്ഗാനിസ്ഥാനുമായിട്ട് വളരെ കുഞ്ഞു ബൗണ്ടറിയാണ് നമുക്കുള്ളത്. Which of the following is an example of endogenic force? Now, endogenic forceും exogenic forceും ഏർത്തിന്റെ അകത്ത് നിന്ന് വരുന്ന എനർജി അല്ലെങ്കിൽ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എൻഡോജെനിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭൂമിക്ക് അകത്ത് നിന്ന് വരുന്ന ഫോഴ്സസ്, അതാണ് എൻഡോജെനിക് ഫോഴ്സ്. ഭൂമിയുടെ വെളിയിൽ, അതിപ്പോൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലാകാം അല്ലെങ്കിൽ അതിന്റെ പുറത്തുനിന്ന്, എങ്ങനെ വേണമെങ്കിലും, അങ്ങനെ വെളിയിൽ വരുന്ന എനർജിയാണ് നമ്മൾ അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് നമ്മൾ എക്സോജെനിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ഒരു എൻഡോജെനിക് ഫോഴ്സിന്റെ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ബിൽഡിംഗ് മൗണ്ടൻസ് ആണ്. അപ്പോൾ ഏർത്തിൽ വരുന്ന ഡിസ്റ്റർബൻസസ് കാരണം ടെക്ടോണിക് പ്ലേറ്റ്സ് അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, പൊങ്ങി വരുന്നു അല്ലെ, അങ്ങനെയാണ് മൗണ്ടൻസ് ഉണ്ടാകുന്നത്. Forces which derive strength from Earth's exterior or originate within the Earth's atmosphere, ഓക്കെ, അതിന് എക്സോജെനിക് എന്ന് പറയും. എക്സോ എന്ന് വെച്ചാൽ പുറത്തു നിന്ന്. ഓക്കെ, എക്സാമ്പിൾ ഇറോഷണൽ, ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് ഓഫ് വിൻഡ് ആൻഡ് വാട്ടർ ഒക്കെ. എൻഡോജെനിക് എന്ന് പറയുന്നത് പ്രഷർ ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ വോൾക്കാനിക് ഇറപ്ഷൻസ് അതൊക്കെ അങ്ങനെയല്ലേ, എർത്തിന്റെ അകത്ത് നിന്നാണ് സംഭവിക്കുന്നത്. എർത്ത് ക്വേക്സ് ഇതെല്ലാം എർത്തിന്റെ അകത്ത് നിന്ന് വരുന്നതാണ് എൻഡോജെനിക് ഫോഴ്സസിന്റെ എക്സാമ്പിൾ ആണ്. ഐഡന്റിഫൈ ആൻ എലിമെന്റ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു തേർഡ് പീരിയഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പീരിയോഡിക് ടേബിളിൻ്റെ, അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. മൊത്തം പീരിയോഡിക് ടേബിൾ പഠിക്കണം എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി സെഷൻസിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തന്നു കാണും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിക്കേണ്ട പീരീഡ്സ്, ഗ്രൂപ്പ്സ് ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് തേർഡ് പീരീഡിൽ വരാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം തേർഡ് പീരീഡിൽ വരാത്തത് ബ്രോമിൻ ആണ്. ബ്രോമിൻ വരുന്നത് ഫോർത്ത് പീരീഡിൻ്റെ അകത്താണ്. ഓക്കെ, സോ പീരീഡ് ഇസ് എ ഹൊറിസോണ്ടൽ റോ അല്ലേ. നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള, സോറി ഇത് വെർട്ടിക്കലായി പോയി, ഇത് വെർട്ടിക്കലായിട്ട് വരുന്നത് എന്താ, ഗ്രൂപ്പുകളാണ് അല്ലേ. 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ് പീരീഡ്സ്. ദർ ആർ 7 പീരീഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ബ്രോമിൻ വരുന്നത് ഫോർത്ത് പീരീഡിൻ്റെ അകത്താണ്. മേജർ ധ്യാൻ ചന്ദ് വാസ് ബോൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റി ഓഫ് ഇന്ത്യ? മേജർ ധ്യാൻ ചന്ദ് അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഹോക്കി പ്ലെയർ ആയിരുന്നു അല്ലേ. ആൻഡ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഖേൽ രത്നൻ്റെ അവാർഡിൻ്റെ പേര് മാറ്റിയിരുന്നു റീസെൻ്റ്ലി. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു. ഇപ്പം അതിൻ്റെ പേര് മാറ്റി നമ്മൾ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയിട്ടുണ്ട്. സോ ഇദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് അലഹബാദിലാണ്. ഓപ്ഷൻ സി, അലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. ഫേമസ് ഇന്ത്യൻ ഹോക്കി പ്ലെയർ, മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തിട്ടുണ്ട്, കാരണം സെയിം വ്യക്തിയെ പറ്റി 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് സമയം കളയണ്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ് മേജർ ധ്യാൻ ചന്ദ് ഏത് ഗെയിമുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു എന്നുള്ളത്. അദ്ദേഹം ഒരു ഹോക്കി പ്ലെയർ ആയിരുന്നു. ഓക്കെ, സോ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് സ്റ്റാർട്ടഡ് ഇൻ 1991-92. പണ്ട് ഇതിൻ്റെ പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് എന്നായിരുന്നു 2021 വരെ. ഓക്കെ, 2021 പേര് മാറ്റിയിട്ടാണ് ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കിയത്. ഖേൽ രത്ന അവാർഡ്സിന്റെ ആദ്യത്തെ റെസിപ്പിയന്റ് ആരാണ്? നമ്മുടെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായ വിശ്വനാഥൻ ആനന്ദാണ്. ഓക്കെ, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദനാണ് ആദ്യമായിട്ട് ഖേൽ രത്ന അവാർഡ് ലഭിച്ചത്. ഓക്കെ, യങ്ങസ്റ്റ് റെസിപ്പിയന്റ് ആരാന്ന് ചോദിച്ചാലോ, അഭിനവ് ബിന്ദ്രയാണ്. നമ്മുടെ ഷൂട്ടിങ്ങിന് ഒളിമ്പിക്സ് മെഡലൊക്കെ ലഭിച്ചിട്ടുള്ള അഭിനവ് ബിന്ദ്ര, അദ്ദേഹമാണ് യങ്ങസ്റ്റ് റെസിപ്പിയന്റ്. അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് 18 വയസ്സായിരുന്നപ്പോഴാണ്. ഓക്കെ, Dash is an international body that lends capital to the government of various countries. Okay, lends capital എന്ന് വെച്ചാൽ എന്താ, ധനസഹായം നൽകുന്നു. പല കൺട്രീസിന്, പല രാഷ്ട്രങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും. കാരണം SBI ആയാലും റിസർവ് ബാങ്ക് ആയാലും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന എല്ലാം ഇന്ത്യൻ ആണ് അല്ലെ, നാഷണൽ ആണ്. ഇവിടെ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ ആണ്. അപ്പോൾ വേൾഡ് ബാങ്ക്. ഓക്കെ, വേൾഡ് ബാങ്ക് ആണ്. Now, next question. In order to provide basic health care to all, dash and dash need to be integrated in our basic health infrastructure. Health infrastructure എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മെയിൻലി എന്താണ് ഉണ്ടാവേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക്, അതായത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിപ്പെടണം അല്ലേ. അവർക്കത് എഫോർഡബിൾ ആയിരിക്കണം, അവർക്കത് യൂസ് ചെയ്യാൻ പറ്റണം അല്ലേ. ഒരുപാട് കോസ്റ്റ്ലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എഫേർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിട്ട് വേണം ഈ ഹെൽത്ത് കെയർ സെൻറ്റേഴ്സും മറ്റുള്ള ഹെൽത്ത് കെയർ ഓപ്ഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ വേണ്ടത്. സോ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ബേസിക് ആക്സസിബിലിറ്റി ആൻഡ് എഫോർഡബിലിറ്റി. ആക്സസിബിൾ ആയിരിക്കണം, നമുക്ക് അവിടെ സാധാരണ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റണം. പിന്നെ എഫോർഡബിൾ ആയിരിക്കണം. ഓക്കെ, ഒരുപാട് കോസ്റ്റ്ലി ആകാൻ പാടില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫോക്ക് ഡാൻസ് ഓഫ് മിസോറം? മിസോറമിൻ്റെ ഫോക്ക് ഡാൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ചീറോ ഡാൻസ് ആണ്. ഈ ബാമ്പു ഒക്കെ വെച്ച് കളിക്കുന്ന ഒരു ഡാൻസ് ആണ്. ബാമ്പു വെച്ചിട്ട് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ താഴെ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ആക്കും. അപ്പോൾ അവിടെ നിന്ന് കുറെ പേര് അതിൻ്റെ ഇടയിൽ കൂടി ഡാൻസ് കളിക്കും. ഇതാണ് ചീറോ ഡാൻസ്. സോ ചീറോ ഡാൻസ് മോസ്റ്റ്ലി 6 to 8 people holding pairs of bamboo stores on another horizontally placed bamboo on the ground. Okay, next Kullam also മിസോറമിൻ്റെ ഒരു ഡാൻസ് ഫോം ആണ്. Next question. Indian athlete Somdev Dev Verma is associated with which of the following sports? ഏത് സ്പോർട്സിനോട് റിലേറ്റഡ് ആയിരുന്നു Somdev Dev Verma? അദ്ദേഹം ലോൺ ടെന്നീസിനോട് റിലേറ്റഡ് ആയിരുന്നു. ഓക്കെ, ലോൺ ടെന്നീസ്, ലോണിൽ കളിക്കുന്ന, ടേബിൾ ടെന്നീസ് അല്ല, ലോണിൽ നമ്മൾ കളിക്കത്തില്ലേ പുല്ലിൽ, അത്. ഓക്കെ, Nearly dash countries of the world are currently members of WTO, World Trade Organization. എത്ര കൺട്രീസ് ആണ് ഇത് ചോദിച്ചിരിക്കുന്നത് അനുസരിച്ച് 2014 കാര്യമാണ് നമ്മുടെ അടുത്ത് പറയുന്നത്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏത് വർഷം വരെയാണെന്ന്. ആസ് ഓൺ ജൂൺ 2014 WTOന്റെ എത്ര ആൾക്കാരാണ് അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 160 മെമ്പേഴ്സ് ആണ്. എന്നാൽ പ്രസന്റ്ലി അത് കൂടിയിട്ടുണ്ട് 164. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണം. ഓക്കെ,
The official motto of 36th edition of National Games 2022 of India was 36th എഡിഷനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞത് എന്തായിരുന്നു? 37th എഡിഷനും കഴിഞ്ഞു അല്ലേ? അപ്പോൾ 36th എഡിഷനെ പറ്റി ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ 37th നമുക്ക് ഇനി പഠിച്ചു വെക്കണം. സോ 36th മോട്ടോ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ മോട്ടോ സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ് ആയിരുന്നു. സെലിബ്രേറ്റിംഗ് യൂണിറ്റി ത്രൂ സ്പോർട്സ്. നൗ 36th ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് ഗുജറാത്താണ്. ഓക്കെ, 37th കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. October 26 മുതൽ November 9, 2023 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നടന്നത് ഗോവയിലാണ്. എവിടെയായിരുന്നു? ഗോവ. ഓക്കെ, അതിന് മുമ്പത്തെ ഗുജറാത്ത്, പിന്നെ ഗോവ. മഹാരാഷ്ട്രയ്ക്കാണ് ഏറ്റവും അധികം മെഡൽസ് ലഭിച്ചത് ഇതിൻ്റെ അകത്ത്, 228 മെഡൽസ്. മോട്ടോ ഗെറ്റ് സെറ്റ് ഗോവ, ഗെറ്റ് സെറ്റ് ഗോവ. ആൻഡ് മാസ്കോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ബൈസനായ മോഗയായിരുന്നു. ഓക്കെ, who among the following political leaders became the Chief Minister of Bihar, India in August 2022? ബിഹാർ ചീഫ് മിനിസ്റ്റർ ആരാണ്? ഇപ്പോഴത്തെ ബിഹാർ ചീഫ് മിനിസ്റ്റർ 2022-ലായതാണ്, ഓഗസ്റ്റ് 2022. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ബിഹാറിലെ ചീഫ് മിനിസ്റ്റർ ആരാണ്? നിതീഷ് കുമാറാണ്. ഓപ്ഷൻ ബി, നിതീഷ് കുമാറാണ്. എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ചീഫ് മിനിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഗവർണേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ലെഫ്റ്റനന്റ് ഗവർണേഴ്സ്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, സോ നിതീഷ് കുമാർ 8 times ചീഫ് മിനിസ്റ്റർ ഓഫ് ബിഹാർ ആയിരുന്നിട്ടുണ്ട്. ലാസ്റ്റ് 2022-ലാണ് അദ്ദേഹം ഇലക്ഷൻ ജയിച്ചിട്ട് ചീഫ് മിനിസ്റ്റർ ആകുന്നത്. സോറി, ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ജനതാദൾ പാർട്ടിയിൽ നിന്നാണ്. ജനതാദൾ യു ആണ്. ഓക്കെ, ലീഡർ നിതീഷ് കുമാർ took the oath of ബിഹാർ ചീഫ് മിനിസ്റ്റർ ഫോർ the 8th time. 3 പ്രാവശ്യം അടുപ്പിച്ച് അദ്ദേഹം ആയിക്കഴിഞ്ഞു. Now, if loan exposure is supported by collateral, it is said to be എന്ത് തരത്തിലുള്ള ലോൺ എന്നാണ് അതിനെ അറിയപ്പെടുന്നതെന്നാണ്? സെക്യൂർഡ് ക്രെഡിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സെക്യൂർഡ് ക്രെഡിറ്റ്. ദീൻ ദയാൽ പോർട്ടുകളിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ദീൻ ദയാൽ പോർട്ട് ഇസ് എ ഡാഷ് പോർട്ട് ഇൻ കാണ്ട്ല, ഗുജറാത്ത്. ഗുജറാത്തിലെ കാണ്ട്ല പോർട്ടിന് അറിയപ്പെടുന്ന പേരാണ് ദീൻ ദയാൽ പോർട്ട്. സോ അത് ഏത് തരത്തിലുള്ള പോർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ടൈഡൽ പോർട്ടാണ്. ഓക്കെ, ടൈഡൽ പോർട്ടാണ്. അപ്പോൾ നമ്മുടെ സീ പോർട്ട്സ്, എയർപോർട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രത്യേകം നോട്ട് ചെയ്യുക. ടൈഡൽ പോർട്ട് ഏതാണ്? ടൈഡൽ പോർട്ട് നമ്മുടെ ദീൻ ദയാൽ പോർട്ടാണ്. ഓക്കെ, സോ ദീൻ ദയാൽ പോർട്ട് ഫസ്റ്റ് പോർട്ട് ബിൽഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് ദീൻ ദയാൽ പോർട്ട്. കാണ്ട്ല പോർട്ട് ഇസ് ദ ഫസ്റ്റ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ ഇൻ ഇന്ത്യ, acknowledged as trade free zone. ടൈഡൽ പോർട്ടാണ് ലാർജസ്റ്റ് പോർട്ട് ബൈ വോളിയം ഓഫ് കാർഗോ ഹാൻഡിൽഡ്. നെക്സ്റ്റ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിച്ച് വാസ് സെറ്റപ്പ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 5-year പ്ലാൻ. ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ആണ്. നമ്മുടെ UGC ഇല്ലേ, UGC ആണ്. ഓക്കെ, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ. So set up by the Department of Higher Education, Ministry of Education, Government of India by UGC Act 1956. Okay, UGC Act 1956 പ്രകാരമാണ് UGC നിലവിൽ വരുന്നത്. Now, ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? കോർഡിനേഷൻ, ഡിറ്റർമിനേഷൻ, മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. പിന്നെ റെക്കഗ്നീഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്. നമ്മൾ പല യൂണിവേഴ്സിറ്റീസിനും UGC റെക്കഗ്നീഷൻ കിട്ടുക എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് ബേസിക് വേണ്ട എല്ലാം നമ്മുടെ ക്വാളിഫൈങ് ഫാക്ടേഴ്സ് ഒക്കെ അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കും UGC. ഓക്കെ, ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫണ്ട് ടു സച്ച് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. ചെയർമാൻ ആരാണ്? പ്രസന്റ് UGC ചെയർമാൻ ആരാണ്? പ്രൊഫസർ മാമിദല ജഗദീഷ് കുമാർ. പ്രൊഫസർ മാമിദല ജഗദീഷ് കുമാറാണ് UGCയുടെ ചെയർമാൻ. UGC നിലവിൽ വരുന്നത് UGC ആക്ട് 1956 പ്രകാരമാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് UGC ഗ്രാൻറ്റ്സ് കമ്മീഷൻ. ഗവർണർ ഓഫ് ഇന്ത്യ ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഡാഷ്. വളരെ എളുപ്പമായിട്ടൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവർണർ ഓഫ് സ്റ്റേറ്റ് അല്ലെ. ഓരോ സ്റ്റേറ്റിന്റെ ഗവർണറിനെ ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? നമുക്കറിയാം, പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി. സോ പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 153 ആണ് പറയുന്നത് ദെയർ ഷാൽ ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഗവർണർ ഉണ്ടായിരിക്കണം. ഇനി
ചില സമയത്ത് നമ്മൾ കാണും ചില സ്റ്റേറ്റ്സ് തമ്മിൽ 2 സ്റ്റേറ്റിനൊക്കെ കൂടി ഒരു ഗവർണറായിട്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ വന്നത് 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ്. അതിന് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി. അപ്പോൾ ഏത് അമെൻമെന്റ് വഴിയാണ് അപ്പോയിന്റ് എ ഗവർണർ ഫോർ 2 or more സ്റ്റേറ്റ്സ് എന്ന് വന്നതെന്ന് ചോദിച്ചാൽ 7ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് 1956. അപ്പോയിന്റ് ചെയ്യുന്നതും റെസിഗ്നേഷൻ നൽകുന്നതും പ്രസിഡന്റിനാണ്. ടെന്യൂർ എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ്. അതാണ് ടേം ഇൻ ഓഫീസ് എന്ന് പറയുന്നത്. പിന്നെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ഓഫ് ആ സ്റ്റേറ്റ്. ഇപ്പൊ കേരളത്തിലെ ഗവർണറിനാണെങ്കിൽ കേരളത്തിന്റെ ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഓക്കെ. നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ റിസീവ്സ് റെയിൻഫോൾ ഇൻ വിന്റർ ഡ്യൂ ടു നോർത്ത് വെസ്റ്റ് പാർട്ട്. ഓക്കെ, നോർത്ത് വെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ പഞ്ചാബ്, ഗുജറാത്ത് ആ ഭാഗമൊക്കെ വരുന്ന സൈഡ് അല്ലേ. അപ്പൊ ആ ഭാഗത്ത് വിന്റേഴ്സിൽ മഴ പെയ്യും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കാരണം ഓപ്ഷൻ സി വെസ്റ്റേൺ ഡിസ്റ്റർബൻസസ് ആണ്. ഓക്കെ, വെസ്റ്റേൺ സൈഡിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസസ് ആണ്. ദ ടേം ജുവനൈൽ അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ. ജുവനൈൽ എന്നുള്ള വേർഡ് കേട്ട് കാണുമല്ലോ. ജുവനൈൽ കോർട്ട് ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ജുവനൈൽ എന്ന് പറയുന്നത് അണ്ടർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 റെഫേഴ്സ് ടു എ പേഴ്സൺ. എത്ര വയസ്സിൽ താഴെയുള്ള ഒരാളെയാണ് നമ്മൾ ജുവനൈൽ എന്ന് പറയുന്നത്? 18 വയസ്സിൽ താഴെ. ഓക്കെ, 18 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ജുവനൈൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീമന്ത് ശങ്കരദേവ റിസീവ്ഡ് റെക്കഗ്നീഷൻ ഫോർ വിച്ച് ഡാൻസ് ഫോം? റീസെൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് നമ്മുടെ ഫോക്ക് ഡാൻസസിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, സിത്താർ, സന്തൂർ, തബല, ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി ധാരാളം ചോദ്യങ്ങൾ വരുന്നതായിട്ട്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ശ്രീമന്ത് ശങ്കരദേവ അദ്ദേഹത്തിന് ഏത് ഡാൻസ് ഫോമിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് ഡാൻസിനോട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം സത്രിയ ഡാൻസ് ആണ്. ഏതാണ്? സത്രിയ ഡാൻസ്. ഓക്കെ, സോ ഇനി ഫർദർ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളോട് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ട്. പലർക്കും ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമെന്ന് എനിക്കറിയാം. സോ നിങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആ ഫോമൊക്കെ ഡേറ്റിലൊക്കെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഡെയിലി പഠിക്കണം അല്ലേ, ഇനി മുതൽ അങ്ങോട്ട് എല്ലാ ദിവസവും പഠിക്കണം, ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യണം, ഇന്ന സബ്ജക്റ്റ് പഠിക്കണം, അത് പഠിക്കണം, ആ ടോപ്പിക്ക് പഠിക്കണം എന്നൊക്കെ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യും. ഒരു പക്ഷേ ഒരു 1-2 ദിവസം നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ മടിയും വേറെ പല കാരണങ്ങൾ കാരണം ഇത് നടക്കാണ്ട് പോകും അല്ലേ. പിന്നെ നമ്മളൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അത് വരാതിരിക്കാനായിട്ട് എൻട്രിയുടെ ആപ്പിൽ നിങ്ങൾക്ക് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സസ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസം വൈകുന്നേരങ്ങളിൽ, അപ്പോൾ ജോലിക്ക് പോകുന്നവരാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിലും ശരി, നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട് ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സസിലൂടെ എക്സ്ട്രാ ഇൻഫർമേഷനും ലഭിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ നേരിട്ട് നിങ്ങൾക്ക് ഫാക്കൽറ്റീസിനടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതുമാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള കോഴ്സസ്. നിങ്ങൾക്കൊരു മെൻറ്ററിനെയും ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ബാച്ച് ഉണ്ടാവും, ആ ബാച്ചിൽ ഒരു മെൻറ്റർ ഉണ്ടാകും. ആ മെൻറ്ററിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആ മെൻറ്റർ ക്ലിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം അപ്പോൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ഈവനിങ് ബാച്ച് മെൻറ്റർഷിപ്പ് ഉണ്ട്, മെൻറ്റർ അസിസ്റ്റൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ക്ലാസ്സസിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഫോക്ക് ഡാൻസേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം, ഫെസ്റ്റിവൽസിനെ പറ്റി അറിഞ്ഞിരിക്കണം, നമ്മുടെ ഗവർണേഴ്സിൻ്റെ അപ്ഡേറ്റഡ് ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് ഈ സെഷൻസിലൂടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ മോക്ക് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല അതിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഏരിയയിലാണ് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ഗോൾഡ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ വേണം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നിങ്ങൾക്കൊരു മെൻറ്റർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ
മോട്ടിവേഷൻ ഒക്കെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സൂപ്പർ ഗോൾഡ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ പേഴ്സണൽ 1-on-1 മെന്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ പെർഫോമൻസ് അനാലിസിസ് ഉണ്ടാവും. മെന്റർ ഏത് സമയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സെഷൻസിലൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോഴ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ്. നൗ തിരിച്ച് നമുക്ക് സെഷനിലോട്ട് വരാം. വിച്ച് among the following is incorrect pair of physical quantity and unit of measurement? സോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് അല്ലാത്ത ഒരു മാച്ച് ശരിയല്ല ഏതാണ്? പവർ വാട്ടാണ്, പ്രഷർ ന്യൂട്ടൺ ആണ്, ഫ്രീക്വൻസി ഹേർട്സ് ആണ്, എനർജി ജൂൾ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. സോ പവർ വാട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, ഫ്രീക്വൻസി സൗണ്ട് ഹേർട്സിലാണ് നമ്മൾ ഫ്രീക്വൻസി പറയുന്നതെന്ന് നമുക്കറിയാം, എനർജിയുടെ ഇത് ജൂളാണ്. പ്രഷറിന് ന്യൂട്ടൺ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഓപ്ഷൻ ബി ഈസ് റോങ്. സോ ഇവിടെ ഞാൻ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കുക, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റേതായിരുന്നു. ഓക്കെ, ജൂൾ എനർജി ഇതെല്ലാം. ഓക്കെ, പ്രഷറിൻ്റേത് പാസ്കലാണ്. ഇങ്ങനെയുള്ള മെയിൻ പോയിന്റ്സ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, who among the following found it more difficult to follow the rules of Jainism? അപ്പോൾ ജൈനിസത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളായിരുന്നു അഹിംസ, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ ജൈൻ ഫോളോവേഴ്സ് ആക്ച്വലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുന്ന വഴി പോലും അവരൊരു തൂവലും കൊണ്ട് ക്ലീൻ ചെയ്താൽ നടക്കുന്നത്. അവിടെ വല്ല കുഞ്ഞു പ്രാണികൾ, ഉറുമ്പ് പോലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വഴി മാറ്റാനായിട്ട്. ഓക്കെ, അത്രയും കെയർഫുൾ ആയിരുന്നു അവർ. പിന്നെ സംസാരിക്കുമ്പോൾ അവർ വായ മൂടി വെക്കും, കാരണം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കയറിപ്പോയാലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റൂൾസ് അവർ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ റൂൾസ് ഫോളോ ചെയ്യാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നിയത് കൃഷിക്കാർക്കാണ്. കാരണം അവർ കൃഷി ചെയ്യുമ്പോൾ അവരുടെ ഈ ക്രോപ്സ് അത് നശിപ്പിക്കാതിരിക്കാനായിട്ട്, അത് ഇൻസെക്ട്സ് ചെറിയ പ്രാണികളൊക്കെ നശിപ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ അതിൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ തളിക്കുമല്ലോ. അപ്പോൾ അതുപോലും ചെയ്യാൻ പാടില്ല ജൈനിസം പ്രകാരം. അപ്പോൾ അതുകൊണ്ട് അവർക്കാണ് അത് ഏറ്റവും അധികം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നത്, ആ റൂൾസ് ഫോളോ ചെയ്യാൻ. അപ്പോൾ ആർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നിയത്? ഫാമേഴ്സിനാണ്, അല്ലെങ്കിൽ പെസൻസിനാണ്. ഓക്കെ, ഇൻ വിച്ച് ഇയർ വാസ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന ലോഞ്ച്ഡ്? സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, സ്വന്തമായിട്ട് നമ്മൾ ജോലി കണ്ടുപിടിക്കുക. അപ്പോൾ അത് ലോഞ്ച് ചെയ്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം 1999 1999 സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന. അണ്ടർ വിച്ച് BPL ഫാമിലീസ്, ബിലോ പോവർട്ടി ലൈനിലുള്ള ഫാമിലീസിന് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട്, അതായത് അവർ തമ്മിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് പുതുതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധനസഹായമൊക്കെ നൽകും, ബാങ്ക്സ് വഴിയൊക്കെ. ഓക്കെ, ബാങ്ക് ലോണുകൾ, ഗവൺമെൻറ് ഫണ്ടുകളൊക്കെ നൽകി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന 1999. ദ ടേം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ അമെൻമെൻറ്റ്സ് വരും അല്ലെ, ഭേദഗതികൾ വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയ ഒരു ഭേദഗതിയുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരുന്നു ആ ഭേദഗതി? അതിനെ നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും വിളിക്കാറുണ്ട്. അത് ഏതാണത്? ദ ടേം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് യൂസ്ഡ് ഫോർ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെയാണ്. 42nd വഴിയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. പ്രിയാമ്പിളിൽ ആദ്യം അവസാനമായിട്ട് ഒരു പ്രാവശ്യമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്, അത് ഈ 42nd വഴിയാണ്. ഷെഡ്യൂൾ 7-ൽ കുറേ വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരുപാട്. ബേസിക്കലി സെൻട്രൽ ഗവൺമെന്റിന്റെ പവർ കൂട്ടാനായിട്ട് ശ്രമിച്ചു. ഓക്കെ, ജുഡീഷ്യറിയുടെ അടക്കം പവറുകൾ കുറേയൊക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ശ്രമിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആയിരുന്നു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ സമയത്ത് ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ അല്ലേ. അപ്പോൾ ആരുടെ സമയത്തായിരുന്നു? ഇന്ദിരാഗാന്ധിയുടെ സമയത്തായിരുന്നു. നമുക്ക് ഇന്ത്യയിൽ എമർജൻസി ഒക്കെ നടന്നിരുന്നൊരു സമയം. അപ്പോൾ 1976-ൽ ഇന്റേണൽ എമർജൻസിയുടെ സമയത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് ഈ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് വരുത്താനായിട്ട് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ദിരാഗാന്ധി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. അത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൻ സിംഗ് കമ്മിറ്റി. ഞാൻ പറഞ്ഞു ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പോൾ അതുവഴി പ്രിയാമ്പിളിൽ വന്ന വ്യത്യാസം എന്താണ്?
നമ്മുടെ ആമുഖത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന വേർഡ്സ് ആഡ് ചെയ്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഈ വേർഡ്സ് ആഡ് ചെയ്തു. പിന്നെ ഷെഡ്യൂൾ 7 അതിൽ 5 സബ്ജക്ട്സ് വർ മൂവ്ഡ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ്. ഷെഡ്യൂൾ 7 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിന്റെ ലിസ്റ്റ്, അതായത് സ്റ്റേറ്റിന് ഏതെല്ലാം കാര്യങ്ങളിൽ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാം, സെൻട്രൽ എവിടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കാം, പിന്നെ കൺകറന്റ് രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിന്റെ അണ്ടർ ഉണ്ടായിരുന്ന 5 സാധനങ്ങൾ എടുത്തിട്ട് കൺകറന്റിലോട്ട് മാറ്റി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ആർട്ടിക്കിൾ 51A വഴി ആഡ് ചെയ്തു. അന്ന് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ റെഡ്യൂസ് ദ പവർ ഓഫ് സുപ്രീം കോർട്ട്. അന്ത്യോദയ അന്ന യോജന AAY വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഇയർ? അന്ത്യോദയ അന്ന യോജന ഇയർ 2000 കൊണ്ടുവന്നത്. ഓക്കെ, ഇസ് എ സ്പോൺസേർഡ് സ്കീം ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ഹൈലി സബ്സിഡൈസ്ഡ് ഫുഡ് ടു ദ പുവറസ്റ്റ് ഫാമിലി. ഓക്കെ, ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഫാമിലീസിന് സബ്സിഡൈസ്ഡ് റേറ്റിൽ ഭക്ഷണം അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ് അന്ത്യോദയ അന്ന യോജന. It was developed by the then Union Food and Civil Supplies Minister Sri Vishnu and first implemented in Rajasthan. Okay, അപ്പോൾ ഏറ്റവും ആദ്യം വന്നത് രാജസ്ഥാനിലാണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഈ പുവർ ഫാമിലീസിന് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റേഷൻ കാർഡ് പോലത്തെ ഒരു കാർഡ്. അതിന്റെ കളർ എന്താണ്, അതിന്റെ നിറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. യെല്ലോ കളറാണ് ഈ കാർഡിന്റെ കളർ. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമസ്. A dark colored amorphous substance is formed as a result of dash process. Humus, അതായത് നമ്മൾ ഈ ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കളയത്തില്ലേ, അപ്പോൾ അത് ആദ്യം ആവുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഫസ്റ്റ് ഫോം ചെയ്യുന്ന സംഭവം, അതാണ് ഈ അമോർഫസ് സബ്സ്റ്റൻസ് ഹ്യൂമസ് എന്ന് പറയുന്നത്. സോ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹ്യൂമിഫിക്കേഷൻ. എന്താണ് ഹ്യൂമിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഡെഡ് ഓർഗാനിക് മാറ്റർ. ഓക്കെ, ജീവികളാകാം, ഇലകളാകാം, ഭക്ഷണ സാധനങ്ങളാകാം, ഇതെല്ലാം ചീഞ്ഞ് അളിഞ്ഞ് ആദ്യം ഫോം ചെയ്യുന്നത് ഹ്യൂമസ് ആണ്. ആൻഡ് ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹ്യൂമിഫിക്കേഷൻ. അത് കഴിഞ്ഞ് മിനറലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫെർദർ ഡീഗ്രഡേഷൻ ഓഫ് ഹ്യൂമസ്. ഈ ഹ്യൂമസിനെ വീണ്ടും മൈക്രോ ഓർഗാനിസംസ് ആക്ട് ചെയ്തിട്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് സോയിലിൽ മിക്സ് ചെയ്യുന്നതിനെയാണ് മിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹ്യൂമസ് ഫോം ചെയ്യുന്നതിനെ ഹ്യൂമിഫിക്കേഷൻ എന്ന് പറയും. In India, in the sphere of lawmaking, a bill does not become an act unless it receives assent of dash. സോ ഒരുപാട് വളച്ച് തിരിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബില്ല് ആക്ട് ആവണം എന്നുണ്ടെങ്കിൽ, അത് ഒരു ആക്ട് പാസ്സായി വരണം എന്നുണ്ടെങ്കിൽ ആരാണ് അവസാനം അതിൽ ഒപ്പ് വെക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആര് ഒപ്പ് വെക്കുമ്പോഴാണ് ഒരു ബില്ല് ആക്ടായി മാറുന്നത്? പ്രസിഡന്റ് അല്ലേ? പ്രസിഡന്റ് ഒപ്പ് വെക്കണം. ഓപ്ഷൻ ഡി, പ്രസിഡന്റ് ഒപ്പ് വെക്കണം. സോ ഇത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 111 അകത്താണ് കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 111 അകത്താണ് പറഞ്ഞിരിക്കുന്നത്, ബിൽ ബിക്കംസ് ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഓൺലി ആഫ്റ്റർ ഇറ്റ് റിസീവ്സ് അസെന്റ് ഫ്രം പ്രസിഡന്റ്. ഇൻ ഗാന്ധി ഹെൽഡ് എ സത്യാഗ്രഹ അറ്റ് അഹമ്മദാബാദ് to dissolve the dispute between owners and workers of cotton mill in the city. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഏത് വർഷമാണ് ഗാന്ധിജി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിൽ പങ്കെടുത്തത്? ഹിസ്റ്ററി സെഷൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗാന്ധിജി വന്ന ശേഷം അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സമരങ്ങളും ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗാന്ധിയുടെ ഇറ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നതാണ് അല്ലേ. ഇനീഷ്യലി അദ്ദേഹം വന്ന ഉടനെ 1917 ചമ്പാരൻ സത്യാഗ്രഹം, അത് ഇൻഡിഗോ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 1918 ഗുജറാത്തിൽ 2 സത്യാഗ്രഹങ്ങളാണ് നടത്തിയത്. ഒന്ന് ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും, ഒന്ന് ഖേഡ. അപ്പോൾ ഇയർ 1918 ആണ്. 1917 ഫസ്റ്റ് സത്യാഗ്രഹം, അതായത് ഇന്ത്യയിൽ അദ്ദേഹം ചെയ്ത ആദ്യത്തെ സത്യാഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനാണ്, ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ് 1918 ഖേദ ആൻഡ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഖേദ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു, ആൻഡ് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടതുപോലെ വർക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കിന് ഒരു പ്രത്യേകതയുണ്ട്, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും ചോദിക്കാറുണ്ട്, ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണെന്ന്. പലരും തെറ്റിച്ച് ചമ്പാരൻ എന്നൊക്കെ പറയും. ചമ്പാരൻ ഇന്ത്യയിൽ വന്ന ശേഷം ആദ്യത്തെ സത്യാഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുന്നത് ഈ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ്. Next question. The dash edition of Rajasthan International Folk Festival was organized from 6th to 10th October 2022. Rajasthan International Folk Festival അതിൻ്റെ എത്രാമത്തെ എഡിഷൻ ആണ് 2022 നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 13ാമത്തതായിരുന്നു. ഓക്കെ, 13ാമത്തത്.
So it's an annual music and art festival organized to promote the traditional folk music and art. എവിടെയാണ് ഇത് നടത്തുന്നത്? മെഹ്റാൻഗഡ്. ഓക്കെ, മെഹ്റാൻഗഡ് ഫോർട്ട് ജോധ്പൂരിലാണ് നടത്തുന്നത്. Who replaced Sanjay Kumar Verma as the Indian ambassador to Japan? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ അംബാസിഡർ ടു ജപ്പാൻ പ്രസന്റ്ലി ആരാണ്? ഈ സഞ്ജയ് കുമാർ വർമ്മ, അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് ഈ വ്യക്തി ആയത്. ഓക്കെ, അപ്പോൾ ആരാണ് പുതിയതായിട്ട് വന്നത്? സിബി ജോർജ് ആണ്. ഓക്കെ, സിബി ജോർജ്. Who was awarded the Sangeeta Natak Academy Award and Tulsi Samman by the government of Madhya Pradesh for contribution in folk and tribal dance? ഈ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന തുളസി സമ്മാനും ലഭിച്ചിട്ടുണ്ട് ഫോർ ഫോക്ക് ആൻഡ് ട്രൈബൽ ഡാൻസിന് വേണ്ടിയിട്ട്. അർജുൻ സിംഗ് ധുർവെ ആണ്. അർജുൻ സിംഗ് ധുർവെ. ഓക്കെ, ഏത് ഡാൻസ് ആണെന്ന് ചോദിച്ചാൽ ഫോക്ക്, ബൈഗ ഫോക്ക് സോങ് ആണ്. ബൈഗ ഫോക്ക് സോങ് മധ്യപ്രദേശിന്റെ ഒരു ഫേമസ് ഫോക്ക് സോങ് ആണ് ബൈഗ എന്ന് പറയുന്നത്. അതിനെ പോപ്പുലറൈസ് ചെയ്തതുകൊണ്ടാണ് അർജുൻ സിംഗ് ധുർവെക്ക് ഈ സമ്മാനം നൽകി ആദരിച്ചത്. Next, Gavari, a dance drama is majorly performed in which of the following states? ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു എന്തോരം പേരുടെ പേരുകളാണ് ഈ ഫോക്ക് ഡാൻസ്, മ്യൂസിക് ഇതിൽ നിന്നൊക്കെ വരുന്നത് അല്ലേ. സോ ഗവാരി എന്ന് പറയുന്ന ഒരു ഡാൻസ് ഡ്രാമയാണ്. ഏത് സ്റ്റേറ്റിനോട് റിലേറ്റഡ് ആണ് ഈ ഗവാരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം രാജസ്ഥാനാണ്. ഓക്കെ, രാജസ്ഥാന്റെ മറ്റൊരു വളരെ ഫേമസ് ആയിട്ടൊരു ഡാൻസ് ഫോം ഉണ്ട്, സ്നേക്ക് ഡാൻസ്, സ്നേക്ക് ചാമേഴ്സ് ഡാൻസ് എന്നൊക്കെ പറയുന്നത്. ഏതാണെന്ന് അറിയാമോ? കൽബേലിയ. ഓക്കെ, പലപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കൽബേലിയ ഏത് സ്റ്റേറ്റിന്റെ ഡാൻസ് ആണെന്നുള്ളത്. അപ്പോൾ ഓർക്കുക, രാജസ്ഥാന്റെ ഡാൻസ് ആണ്. ദ കെമിക്കൽ നെയിം ഓഫ് ബ്ലൂ വിട്രിയോൾ. ബ്ലൂ വിട്രിയോൾ ഉണ്ട്, വൈറ്റ് വിട്രിയോൾ ഉണ്ട് അല്ലെ. അങ്ങനെ വിട്രിയോൾ, ഓയിൽ ഓഫ് വിട്രിയോൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ കെമിക്കൽ നെയിം ഓഫ് ബ്ലൂ വിട്രിയോൾ എന്താണ്? ബ്ലൂ വിട്രിയോൾ എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് ആണ്. CuSO4. ബ്ലൂ വിട്രിയോൾ ഇസ് കോപ്പർ സൾഫേറ്റ്. ഓക്കെ, കോപ്പർ സൾഫേറ്റ്. സിങ്ക് സൾഫേറ്റ് ആയിരുന്നെങ്കിലോ വൈറ്റ് വിട്രിയോൾ ആയനെ. ഓക്കെ, ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്താ? H2SO4 അല്ലെ, H2SO4. അപ്പോൾ H2SO4 കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള H2SO4നെയാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് പറയുന്നത്. ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ കോപ്പർ സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്ന് പറഞ്ഞാൽ ഫെറസ് സൾഫേറ്റ് ആണ്. ഓക്കെ, ഫെറസ് സൾഫേറ്റ്, അയൺ വരുന്നത് ഫെറസ് സൾഫേറ്റ് ആണ് ഗ്രീൻ വിട്രിയോൾ. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ആണ്. ഓക്കെ, സിങ്ക് വരുമ്പോൾ വൈറ്റ് കളർ വരും. റെഡ് വിട്രിയോൾ ഉണ്ട്, കൊബാൾട്ട് സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വിട്രിയോൾസിന്റെ പേരും പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, ആസ് ഓഫ് November 2022, ഹൂ എമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഗവർണർ ഓഫ് കേരള? വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. ഓപ്ഷൻസും കാണണ്ട, ഒന്നും കാണണ്ട. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് അല്ലെ. ഓപ്ഷൻ സി, ആരിഫ് മുഹമ്മദ് ഖാൻ. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് മാറിയ രണ്ടുപേരുടെ പേര് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ജസ്റ്റ് രണ്ടുപേരെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. ഒഡീഷയുടെ രഘുബർ ദാസ് ആണ്. രഘുബർ ദാസ്. ത്രിപുരയില് ഇന്ദ്രസേൻ റെഡ്ഡി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പേരുകളൊന്ന് നോക്കി വെക്കാം. ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. ലൈസൻസിങ് പോളിസി ഓഫ് ഗവൺമെന്റ് ഹാസ് പ്രൈമറിലി എയിംഡ് ടു പ്രൊമോട്ട് ഡാഷ്. ലൈസൻസിങ് പോളിസി ഓഫ് ഗവൺമെന്റ് എന്തുദ്ദേശിച്ചിട്ടാണ് ഒരു ലൈസൻസിങ് പോളിസി പ്രൊമോട്ട് ചെയ്യുന്നതാണ്? റീജിയണൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹൂ വാസ് ദ്രൗപദി മുർമുസ് ഓപ്പണന്റ്? ആരാണ് ദ്രൗപദി മുർമു? ചില സമയത്ത് ബേസിക് കാര്യങ്ങൾ പോലും ആൾക്കാർക്ക് അറിയാണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ആണ് അല്ലെ, പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. സോ 2022 ആരായിരുന്നു ദ്രൗപദി മുർമുവിന് അഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ഷൻ നിന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ യശ്വന്ത് സിൻഹയാണ്. ആരാണ്? യശ്വന്ത് സിൻഹ. Which article of the Indian Constitution deals with matters relating to or connected with the election of President and Vice President? ഏത് ആർട്ടിക്കിളിന്റെ അകത്താണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ഇലക്ഷനെ പറ്റി പറയുന്നത്? ആർട്ടിക്കിൾ 71. ഓക്കെ, 71. ആർട്ടിക്കിൾ 71 പറയുന്നു പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ സുപ്രീം കോർട്ടാണ് ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ it states that Supreme Court will make all decisions regarding the election of president or vice president and that these decisions will be final and free of conflict of interest. Okay, so article 71 ഓർത്ത് വെക്കുക കേട്ടോ. ഡാഷ് is an example of plastic money. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിക്കിന്റെ മണി ഉണ്ടോ നമുക്ക്? നമ്മുടെ ഒക്കെ കോയിൻ അല്ലെങ്കിൽ നോട്ട് അല്ലേ. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കാർഡ് അല്ലെ, ക്രെഡിറ്റ് കാർഡ്. ഓപ്ഷൻ എ, ക്രെഡിറ്റ് കാർഡിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. Which year among the following did India host Commonwealth Games? Commonwealth Games ഇന്ത്യയിൽ എപ്പോഴാണ് നടന്നത്? ഇന്ത്യയിൽ കോമൺവെൽത്ത് നടന്നത് 2010 ഓക്കെ, 2010.
കോമൺവെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് 1930 കേട്ടോ. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. 2010 ഇന്ത്യയിൽ നടക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് 2010. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇപ്പം നടന്നിരിക്കുന്നത് 2022 2022 ബിർമിംഗമിലാണ് നടന്നിരിക്കുന്നത്. ആൻഡ് ഇനി അടുത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിലാണ് 2026. ഓക്കെ, 2026 നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിൽ. Which railway station was awarded Eat Right Station certification with a 4-star rating in November 2022? Eat Right Station എന്ന് അവാർഡ് ലഭിച്ചത് വിത്ത് 4-star rating ഏത് സ്റ്റേഷനാണെന്നാണ്? ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഭോപ്പാൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. Okay, next question. What is the name given to the path along the Pacific Ocean characterized by active volcanoes and frequent earthquakes? Okay, അപ്പോൾ Pacific Oceanൽ ഒരു പർട്ടിക്കുലർ വഴി അവിടെ നിറയെ വോൾക്കാനോസ് ഉണ്ട്. ഓക്കെ, ആ വോൾക്കാനോസ് കൊണ്ട് എപ്പോഴും അവിടെ ഭൂമി കുലുക്കം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പാത്തിന് എന്താണ് പേര് നൽകിയിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്താണ് എപ്പോഴും വോൾക്കാനോ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? എപ്പോഴും തീ വരുന്നുണ്ടാവും. അപ്പോൾ റിംഗ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, റിംഗ് ഓഫ് ഫയർ. ഏതിലാണുള്ളത്? പെസിഫിക് ഓഷ്യനിലാണ് ഉള്ളത്. Exports in excess of imports result in export in excess of import എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? സർപ്ലസ്. ഓക്കെ, there is no requirement to maintain any minimum balance in dash accounts. ഏത് അക്കൗണ്ടിലാണ് മിനിമം ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്? ഏത് അക്കൗണ്ടിലാണ്? പ്രധാനമന്ത്രി ജനധൻ യോജന. പ്രധാനമന്ത്രി ജനധന യോജനയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ ഡാഷ് ഇൻ മാർച്ച് 1919. നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം കാലിഫ്സിന്റെ പവർ നോൺ ടർക്കിഷ് റീജിയൻസിൽ കുറഞ്ഞു അല്ലേ? അവർ ആ സ്ഥലത്ത് നിന്നൊക്കെ അവരുടെ ആ പൊസിഷനിൽ നിന്നൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് മാറ്റി അവരെ. അപ്പോൾ ആ സമയത്ത് പാൻ ഇസ്ലാമിക് ആയിട്ട്, അതായത് കംപ്ലീറ്റ് വേൾഡിലുള്ള ഇസ്ലാം ധർമ്മവിശ്വാസികൾ നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെന്റ്. അപ്പോൾ അത് ഇന്ത്യയിലും നടന്നു. ഇന്ത്യയിൽ അതിന് നേതൃത്വം നൽകിയത് അലി ബ്രദേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഡൽഹിയിലാണ്. ഓക്കെ, നെക്സ്റ്റ്. കലാരത്നം ഫ്രം കേരള കലാമണ്ഡലം 2016 ആൻഡ് കലാശ്രീ 2011 ഫ്രം കേരള സംഗീത നാടക അക്കാദമി വാസ് അവാർഡഡ് ടു ഡാഷ്. ആർക്കാണ് ഈ രണ്ട് അവാർഡ്സും ലഭിച്ചിരിക്കുന്നതെന്നാണ്? ശരിയായ ഉത്തരം സുനന്ദ നായരാണ്. ഓക്കെ, സുനന്ദ നായർ. മോഹിനിയാട്ടം ഡാൻസറാണ് സുനന്ദ നായർ. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ട് മോഹിനിയാട്ടത്തിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ലഭിച്ച വ്യക്തി. സോ ഷീ ഈസ് എ ഡിസൈപ്പിൾ ഓഫ് പത്മഭൂഷൺ കനക് റെയിൽവേ. ഇതും എപ്പോഴും ചോദിക്കുന്നതാണ്, കനക് റെയിൽവേ ഏത് ഡാൻസിനോട് റിലേറ്റഡ് ആണെന്നുള്ളത്. മോഹിനിയാട്ടം ഡാൻസിനോട് റിലേറ്റഡ് ആണ്. കനക് റെയിൽവേയുടെ സ്റ്റുഡൻ്റ് ആണ് സുനന്ദ നായർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റുഡൻറ് ടു ഏൺ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മോഹിനിയാട്ടം. മിനിസ്ട്രി ഓഫ് കൾച്ചർ ഓർഗനൈസ്ഡ് തിരങ്ക ഉത്സവ് ഓൺ ഡാഷ് 2022 to celebrate the contribution of പിങ്കാലി വെങ്കയ്യ. ആരായിരുന്നു പിങ്കാലി വെങ്കയ്യ? നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തിയാണ് പിങ്കാലി വെങ്കയ്യ അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നടത്തിയ ഒരു ഫംഗ്ഷനാണ് തിരങ്ക ഉത്സവ്. എന്നാണ് നടത്തിയതെന്നാണ് ചോദിക്കുന്നത്. 2 ഓഗസ്റ്റ് 2022 ആണ്. Who among the Mauryan rulers pioneered the propagation of Bauddha Dharma? ബുദ്ധിസം സ്പ്രെഡ് ചെയ്തത് മൗര്യൻസിൽ ആരാണെന്നാണ്? മൗര്യൻസിൽ ബുദ്ധിസം സ്പ്രെഡ് ചെയ്ത റൂളർ ആരായിരുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ആരാണ്? കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി അല്ലേ? അപ്പോൾ അശോകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മക്കളെ ശ്രീലങ്കയിലൂടെയൊക്കെ അയച്ചിരുന്നു അല്ലെ? സിലോൺ, അന്നത്തെ സിലോണിലേക്കൊക്കെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ടൊക്കെ. Which of the following Indian states share boundary with Bangladesh and Myanmar? ബാംഗ്ലാദേശും മ്യാൻമാറുമായിട്ട് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മിസോറാം ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ മാപ്പ് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ മാപ്പ്, അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആ പൊളിറ്റിക്കൽ മാപ്പൊക്കെ എടുത്ത് നോക്കുക. ഓരോ സ്റ്റേറ്റിൻ്റെ ലൊക്കേഷൻ, നമ്മുടെ നെയ്ബറിങ് കൺട്രീസിൻ്റെ ലൊക്കേഷൻ, അതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, വാട്ട് ബെസ്റ്റ് ഡിഫൈൻസ് പ്രോക്യാരിയോട്ടിക് സെൽ? ഒരു പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 2 തരത്തിലുള്ള കോശങ്ങളാണ്. പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് സെല്ലുകളാണ്, ആൻഡ് അഡ്വാൻസ്ഡ് സെല്ലുകളെയാണ് നമ്മൾ യൂക്യാരിയോട്ടിക് സെല്ലുകൾ എന്ന് പറയുന്നത്.
അപ്പോൾ പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ആയതുകൊണ്ട് പഴഞ്ചനായതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഒന്നുമില്ല, ന്യൂക്ലിയസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല. സോ സിംഗിൾ ക്രോമസോം, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആബ്സെന്റ്, രണ്ടും ശരിയാണ്. ഓക്കെ, 1ഉം 2ഉം ശരിയാണ്. ബോത്ത് 1 and 2 are right. So prokaryotic cell, primitive cells without nucleus and membrane bound organelles. Smallest prokaryotic cell, mycoplasma. എന്നാൽ യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ന്യൂക്ലിയസ് ഉണ്ട്, മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്താണെങ്കിലോ DNA, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂക്ലിയോളസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ലെയർ ആയിട്ടുള്ളതാണ് നമ്മുടെ പ്രോക്യാരിയോട്ടിക് സെൽ. ഓക്കെ, ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രോഫീസ് ബി അസോസിയേറ്റഡ് വിത്ത് വിമൻസ് ബാഡ്മിന്റൺ? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏത് ട്രോഫിയാണ് വിമൻസ് ബാഡ്മിന്റന് കൊടുക്കുന്ന ഒരു ട്രോഫി? ഓക്കെ, അതിലല്ലെങ്കിൽ നടത്തുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഊബർ കപ്പാണ്. ഓക്കെ, ഊബർ കപ്പ്. സോ ഇവിടെ കുറച്ച് കപ്സിന്റെ പേരുണ്ട്, ഏത് ഗെയിമിനോട് റിലേറ്റഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. കൊളംബോ കപ്പ്, ഫിഫ വേൾഡ് കപ്പ്, രണ്ടും ഫുട്ബോളാണ്. ഓക്കെ, കൊളംബോ ഫിഫ ഫുട്ബോളാണ്. ഡേവിസ് കപ്പ് കേട്ടാണല്ലോ, ടെന്നീസിനുള്ളതാണ്. പിന്നെ ലോർഡ് ഡെർബി കപ്പ് റഗ്ബിയാണ്. ഡെർബി റഗ്ബി അങ്ങനെ ഓർത്താൽ മതി. റൈഡർ കപ്പ് വാക്കർ കപ്പ് ഗോൾഫാണ് മെൻ. തോമസ് കപ്പ് ബാഡ്മിന്റൺ. വില്യം ജോണസ് കപ്പ് ബാസ്കറ്റ് ബോള്. ആൻഡ് ആഗാ ഖാൻ കപ്പ് ഹോക്കിയുടെ കപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ചില കോമൺ ആയിട്ട് വരുന്ന ഗെയിംസ്. സോ ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഇൻ ഡാഷ് ബാബർ ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി അറ്റ് പാനിപത്ത്. സോ ബാബറും ഇബ്രാഹിമും തമ്മിൽ പാനിപ്പത്തിൽ നടന്ന യുദ്ധം, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, ഏത് വർഷമാണത് നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1528, 32, 1530 or 1526. ഏത് വർഷമാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നത്? ആരാണ് ബാബർ? മുഗൾ എംപർ, അതായത് മുഗൾസിന്റെ ഫൗണ്ടർ ആണ് ബാബർ അല്ലെ. ഇബ്രാഹിം ലോധിയുമായിട്ട്, ലോധി ഡൈനസ്റ്റിയുടെ ഇബ്രാഹിം ലോധിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു. ഇതിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മുഗൾ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ യുദ്ധം എപ്പോഴാണ് നടന്നത്? The FCI, അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പ്രൊക്യൂർസ് ഫുഡ് ഗ്രെയിൻസ് ഫ്രം ഫാമേഴ്സ് അല്ലെ. FCI കൃഷിക്കാരിൽ നിന്ന് ഫുഡ് ഗ്രെയിൻസ് അവർ മേടിക്കും, എന്നിട്ടാണ് അവർ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. സോ അത് മേടിക്കുന്നത് ഗവൺമെന്റ് അനൗൺസ്ഡ് ഏത് പ്രൈസിലാണ്? മാക്സിമം റീറ്റെയിൽ പ്രൈസ്, കോമ്പറ്റേറ്റീവ് പ്രൈസ്, മിനിമം സപ്പോർട്ട് പ്രൈസ് ഓർ ഡിസ്കൗണ്ടഡ് പ്രൈസ്? ഏത് പ്രൈസിലാണ് FCI കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് ധാന്യങ്ങൾ മേടിക്കുന്നത്? An act to protect children from offense of sexual assault, sexual harassment, pornography and provide for establishment of special courts referred as dash. So, POSCO. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കോർഡിംഗ് ടു നീതി ആയോഗ്സ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, നീതി ആയോഗ് നടത്തിയ ഒരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം 2021 കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ പുവറസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി? ഇന്ത്യയിലെ ഏറ്റവും പുവറസ്റ്റ് സ്റ്റേറ്റ് ഏതായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് ഓർ പഞ്ചാബ്? അഞ്ചാമത്തെ ചോദ്യം, ദ ഫോളോയിങ് ഡ്യൂട്ടി, അതായത് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ടു ദ ചൈൽഡ് ഓർ ഹിസ് ബോർഡ് വാസ് ആഡഡ് ടു ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആണ്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമായിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4A ആർട്ടിക്കിൾ 51 ആയിട്ട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായത്. എന്നാൽ അന്ന് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇതിൽ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയ, അതായത് പാരന്റ് ഓർ ഗാർഡിയനിന്റെ ഡ്യൂട്ടിയാണ് അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുക എന്ന് വന്നത്. അപ്പോൾ അത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 83rd, 85th, 86th ഓർ 84th? ഓക്കെ, സോ ഈ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു സെഷനുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.